ഹലോ ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ചിക്കൻ കൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല, ചിക്കൻ വേവുന്ന ആ ടൈം മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതായി ചിക്കൻ ഉപ്പിലിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിന്മേലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ ജസ്റ്റ് വേവാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചിക്കന് വേണ്ടത്. പിന്നെ ഞാനിവിടെ ചിക്കൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ, സവാള, അതുപോലെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഒക്കെ കൂടി ഒന്ന് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടും കൂടി ആ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മിക്സ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക വേഗത്തിൽ. അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ നമുക്കൊരു വലിയ കലോ അതുപോലെ അല്ലെങ്കിൽ വലിയ പാത്രം എന്തെങ്കിലും എടുക്കുക. നമ്മൾ പഴയത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വെച്ചാൽ അത് നല്ല കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു പഴയ കലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇതിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് നമ്മൾ വേറെ ഒന്നിലോട്ട് വേവിക്കല്ല, നമ്മൾ ഈ ഉപ്പിൻ്റെ മുകളിലിട്ടിട്ട് വേവിക്കണം. അതാണ് ഇതിൻ്റെ പേര് നമുക്ക് മനസ്സിലാക്കാം. ഈ ഉപ്പിലിട്ട ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മളിത് ഉപ്പിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. വേറെ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതാ കണ്ടില്ല, നമ്മൾ വിരൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കനത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് സെറ്റാക്കി വെക്കാം. പിന്നെ ചിക്കൻ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലോട്ട് വെള്ളം ഇറങ്ങിയിട്ട് അത് മൊത്തത്തിൽ എന്താ പറയുക, കറി പോലെ ആയിപ്പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പിലിട്ട് ചിക്കന് നല്ല ഉപ്പോട് കൂടി കഴിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ അളവ് കറക്റ്റാക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഉപ്പൊക്കെ പാത്രത്തിൽ നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ 2 സൈഡിലും ഒരു ഹോൾസ് ഉണ്ടാവില്ല, ആ ഹോൾസിൻ്റെ 2 സൈഡിലും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളിൽ നിറച്ചിട്ടില്ല വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഫോയിൽ പേപ്പർ വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ചിക്കന് പാത്രത്തുമ്പോൾ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ചിക്കൻ വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടൂലേ, അതുപോലെ ഒന്ന് ദമ്മിട്ട് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കലത്തിൻ്റെ ചുറ്റുഭാഗത്തും മൈദമാവ് ഒന്നിങ്ങനെ ജസ്റ്റ് ആക്കി കൊടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടുന്ന പോലെ ആ ഒരു രീതിയിൽ ജസ്റ്റ് അതിൻ്റെ ചുറ്റുഭാഗവും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഇതിന് മുകളിൽ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കലം ജസ്റ്റ് ഈ ഒരു രീതിയിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 1 മണിക്കൂറോളം ഇതൊന്ന് കത്തിക്കണം. എന്നാലേ ചിക്കൻ്റെ വേവ് ശരിക്കും പാകത്തിന് വരുള്ളൂ. നമ്മൾ മസാല ഒന്നും തേക്കാത്തതുകൊണ്ട് തന്നെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്യണതാണ്. അപ്പോൾ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ഇത് വെച്ച് കത്തിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് വെയിറ്റിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ ഒരു വെയിറ്റ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയോട് ചെയ്യണത് നല്ലതാണ്. ആവശ്യമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം.
അപ്പോൾ ഇതാ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയോ എന്നുള്ളത് നോക്കാം. ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പിലിട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുകയാണ്. നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ചിക്കന് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. വേവ് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽനിന്ന് ആ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചിക്കനൊക്കെ ഉടഞ്ഞു പോവുകയാണ്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പിലിട്ട ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ.